നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നോക്കുകൂലി ഇത് പലപ്പോഴും കേരളത്തിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചർച്ചയാകുന്നതാണ്. ഏതായാലും ഇപ്പോൾ വീണ്ടും നോക്കുകൂലി വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ അഖിലേന്ത്യാ പണിമുടക്കാണ്. അതിനിടയിലാണ് നോക്കുകൂലി വിവാദം കൂടി ഉയരുന്നത്. കോട്ടയത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കോട്ടയത്ത് പൂവിറക്കാൻ നോക്കുകൂലി. മന്ത്രി ഇടപെട്ടിട്ടും പിന്മാറാതെ CITU പ്രവർത്തകർ. വീട്ടാവശ്യത്തിന് കൊണ്ടുവന്ന പൂവ് ബസ്സിൽ നിന്നും സ്വന്തമായി ഇറക്കിയ അധ്യാപകനോട് നോക്കുകൂലി ആവശ്യപ്പെട്ട് CITU പ്രവർത്തകർ. കോട്ടയം ബേക്കർ ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. മന്ത്രി VN വാസവന്റെ പേഴ്സണൽ സ്റ്റാഫ് PK രാജനും ജില്ലയിലെ CPMന്റെ പ്രമുഖ നേതാവും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. ബുധനാഴ്ച രാവിലെയായിരുന്നു വീട്ടിലെ ആവശ്യത്തിനായി അധ്യാപകൻ ബാംഗ്ലൂരിൽ നിന്ന് ഓർഡർ ചെയ്ത പൂവ് ബേക്കർ ജംഗ്ഷനിലെത്തിയത്. 3 ബാഗ് പൂവുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 എണ്ണവും അധ്യാപകൻ സ്വയം തൻ്റെ വാഹനത്തിൽ എടുത്തു വെച്ചു. 3ാമത്തെ ബാഗ് എടുത്തു വെക്കാൻ തുടങ്ങവെയാണ് CITU പ്രവർത്തകർ ബാഗ് പിടിച്ചു വെച്ച് പ്രശ്നമുണ്ടാക്കിയത്. അവിടെ ലോഡ് ഇറക്കാനുള്ള ഏക അധികാരം തങ്ങൾക്ക് മാത്രമാണെന്നായിരുന്നു പ്രവർത്തകരുടെ വാദം. പൂവടങ്ങിയ ബാഗ് വിട്ടു നൽകണമെങ്കിൽ പണം നൽകണമെന്ന വ്യവസ്ഥയായതോടെ അധ്യാപകൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ രാജനെയും ജില്ലയിലെ പ്രമുഖ CPM നേതാവ് TR രഘുനാഥിനെയും വിളിച്ചു. രാജൻ പ്രവർത്തകരിൽ ഒരാളോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മന്ത്രിയല്ല പിണറായി വിജയൻ പറഞ്ഞാലും തങ്ങൾ പണം വാങ്ങുമെന്നായിരുന്നു CITU പ്രവർത്തകനായ മനോജ് പറഞ്ഞത്. അതായത് സാധാരണ ഒരു മന്ത്രി പോയിട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെയൊക്കെ നേതാവാണെന്ന് ഓർക്കണം. അദ്ദേഹം വന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല എന്നാണ് CITU പ്രവർത്തകർ അവിടെ വെല്ലുവിളിച്ചത്. പിന്നെ ആരെയാണ് ഭയക്കേണ്ടത്? CPM നേതാവ് ഇടപെട്ടെങ്കിലും പ്രവർത്തകർ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. പ്രവർത്തകരുടെ ഭീഷണി ദേഹോപദ്രവത്തിന്റെ വക്കിലെത്തിയതോടെ അധ്യാപകൻ പ്രവർത്തകരാവശ്യപ്പെട്ട പണം നൽകി. ഇത്തരത്തിൽ പലർക്കും ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന പരാതി വ്യാപകമായി ലഭിക്കാറുണ്ട്. എന്നാൽ ഇതിനെതിരെ പോലീസ് കണ്ണടയ്ക്കുകയാണ് പതിവ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിൽ നിന്നും വരുന്ന ഇത്തരം യാത്രാ വാഹനങ്ങളെല്ലാം ബേക്കർ ജംഗ്ഷനിലാണ് നിർത്തുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുണ്ട് എന്ന പരാതിയും വ്യാപകമാണ്. എന്നാൽ പലപ്പോഴും പുലർച്ചെ പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും പോലീസ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന പരാതിയും ഉയരാറുണ്ട്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു അധ്യാപകൻ ശ്രമിച്ചതെങ്കിലും അതിനും ഫലമുണ്ടായില്ല. സംസ്ഥാനത്ത് 2018 നോക്കുകൂലി നിരോധിച്ചത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നോക്കുകൂലി നിരോധിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനനുസരിച്ച് ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലയിലെ അനാരോഗ്യകരമായ പ്രവണതകളെല്ലാം നിരോധിച്ചിരുന്നു. 2025 മാർച്ചിൽ കേരളത്തിലെ നോക്കുകൂലി വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കിടിലം പ്രസംഗവും നടത്തിയിരുന്നു. അന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഇപ്രകാരമാണ്: കേരളത്തിൽ ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനർത്ഥം നേരത്തെ നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നല്ലേ എന്നും ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം നശിപ്പിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞത്. ബംഗാളിലും ത്രിപുരയിലും വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടന്നത് CPM ഭരിക്കുമ്പോഴായിരുന്നുവെന്നും പറഞ്ഞ ധനമന്ത്രി കേരളത്തിലെ വ്യവസായ രംഗത്തെ സമ്പൂർണമായി കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിച്ചത് CPMന്റെ നയങ്ങളാണെന്ന് പറയുകയായിരുന്നു. അതിനുദാഹരണമായിട്ടായിരുന്നു നോക്കുകൂലിയെ എടുത്ത് പറഞ്ഞത്. കേരളത്തിലേക്ക് ബസ്സിൽ ഒരാൾ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ 50 രൂപയും ഒപ്പം നോക്കുകൂലിയായി CPM കാർഡുള്ള ആൾക്ക് അതേപോലെ പണം നൽകേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ധനമന്ത്രി ചെയ്തത്. നമ്മൾ ആരെങ്കിലും ബസ് ഇറങ്ങി ആരെങ്കിലും വെച്ച് ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കി പോകുമ്പോൾ ഈ CPM കാർഡ് ഉടമകളായ തൊഴിലാളികൾ വന്ന് വെറുതെ പണം വാങ്ങും. അതാണ് നോക്കുകൂലി. ലഗേജ് ഇറക്കിയത് മറ്റൊരാളാണെങ്കിലും ഇവർക്ക് കൂലി കൊടുക്കണം. അതാണ് നോക്കുകൂലി. ഈ തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായങ്ങളെ തകർത്തത്. ബംഗാളിലെയും ത്രിപുരയിലെയും വ്യവസായങ്ങൾ ഇല്ലാതായതും ഇത്തരത്തിലാണ്.
നിരവധി ഉൽപാദകരെയും വ്യവസായികളെയും കമ്മ്യൂണിസം കേരളത്തിൽ തകർത്തു എന്നും അന്ന് ധനമന്ത്രി രാജ്യസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. അന്ന് ഈ പ്രസംഗത്തിൽ ഈ നോക്കുകൂലിയുടെ ഭാഗം പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു കാര്യം അത് വലിയ രീതിയിൽ തന്നെ വാർത്ത പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിരോധിച്ചു, നോക്കുകൂലി നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഒരുതരം പിടിച്ചുപറി തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. മുൻപ് ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം തന്നെയാണ് അവസാനത്തോടു കൂടി ഇത്തരത്തിലൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആലപ്പുഴയിൽ ഒരു കർഷകനും കുടുംബവും സ്വയം ചാക്കിൽ നിറച്ച നെല്ലിനെ വാരികൂലി, അതായത് നെല്ല് ചാക്കിൽ നിറയ്ക്കുന്നതിനുള്ള കൂലി നൽകണമെന്നാവശ്യപ്പെട്ടും ചുമട്ട് തൊഴിലാളികൾ നെല്ല് ലോറിയിൽ കയറ്റാൻ വിസമ്മതിച്ചതോടെ സംഭരണം മുടങ്ങിയതും വലിയ വാർത്തയായിരുന്നു. നെടുമുടി കൃഷിഭവൻ പരിധിയിലെ മുട്ടനാവേലി പാടശേഖരത്തിലെ കർഷകനായ ചെമ്പുപുറം കാളപ്പറമ്പിൽ KS ഓമനക്കുട്ടന്റെ നെല്ലാണ് ചുമട്ട് തൊഴിലാളികളുടെ നിസ്സഹകരണം മൂലം അന്ന് സംഭരിക്കാതെ റോഡിൽ കിടന്നത്. സ്ത്രീ തൊഴിലാളികളാണ് നെല്ല് വാരി ചാക്കിൽ നിറയ്ക്കേണ്ടതെന്നും കുടുംബാംഗങ്ങളാണ് നിറച്ചതെങ്കിലും വാരികൂലി സ്ത്രീ തൊഴിലാളികൾക്ക് നൽകിയാൽ മാത്രമേ നെല്ല് ചുമന്ന് ലോറിയിൽ കയറ്റുകയുള്ളൂ എന്നും ചുമട്ട് തൊഴിലാളികൾ നിലപാടെടുത്തതോടെയാണ് പ്രതിസന്ധിയായത്. സംസ്ഥാനത്തെ നെൽകർഷകർ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. കാലാവസ്ഥാ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളെയും എല്ലാം മറികടന്ന് കൃഷി ചെയ്യുന്ന കർഷകർ വിളഞ്ഞ നെല്ലുമായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് എവിടെയും. വിളഞ്ഞ നെല്ല് ഏറ്റെടുക്കാൻ ആളില്ല, മികച്ച വിലയും കിട്ടുന്നില്ല. ഇതിനിടെയാണ് നോക്കുകൂലി പോലെയുള്ള മറ്റു പ്രശ്നങ്ങളും കർഷകർ നേരിടേണ്ടി വരുന്നത്. ലേബർ ഓഫീസറും പോലീസും സ്ഥലത്തെത്തി ചർച്ച നടത്തിയിട്ടും പരിഹാരമായില്ല. സ്ഥലത്തെത്തിയ നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വിഷയം കൃഷിമന്ത്രിയുടെയും കലക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ഒന്നും രണ്ടും സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. പലരും ഇത്തരത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമായിരിക്കാം ഉണ്ടാവുക. എന്നിരുന്നാലും തങ്ങളുടെ വീട്ടിലേക്ക് അത് ഇറക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നോക്കുകൂലി ആവശ്യപ്പെട്ട തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ അത് വീട്ടുകാരും തൊഴിലാളികളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇടവയ്ക്കുകയും ചെയ്യും. പലപ്പോഴും ഭീഷണി ഭയന്നുകൊണ്ടാണ് പലരും ഇതിന് വഴങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നിരോധിച്ചിട്ടും ഇന്നും നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വാർത്തയാകുന്നു. പക്ഷേ ഇത്തരത്തിൽ വാർത്തയാകാത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ടാകാം. ഇന്നിപ്പോൾ കോട്ടയത്തുള്ള ഈ തൊഴിലാളികളടക്കം വെല്ലുവിളിച്ചത് മന്ത്രിയെന്നല്ല, പിണറായി വിജയൻ വന്നാലും ഇത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലും ഭയമില്ലാതെ ഇത് പറയണം. പിന്നെ ഇവിടെ പോലീസിലും ആഭ്യന്തര വകുപ്പിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത് നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.